വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അല്ലമ്മോ? അതെ. ഇന്ന് റോഷന് പകരം ഇന്ന് എന്റെ ക്യാമറമാനോൻ അമ്മുവാണ്. അതുപോലെ തന്നെ അമ്മുടെ ക്യാമറമാൻ ഞാൻ. നമ്മള് ഭയങ്കര ആകാംക്ഷാഭരിതരായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ചെറി ബ്ലോസം കാണാനാണ് ഗൈസ്. നമ്മൾ യൂഷ്വലി, അതായത് ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ പാർക്കിൽ വെച്ചിട്ട്. ഹൈ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ ചെറി ബ്ലോസം. അത് പക്ഷേ ഇച്ചിരി വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന് മുന്നത്തെ വർഷം വന്ന റോബർട്ട് ലൈബ്രറി ഒന്നും ഇവിടെ കാണാൻ പോകാം. ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചെറി ബ്ലോസം പൂത്ത് കാണിച്ചു തരുന്നു. ഇതൊക്കെ നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം. ഇന്ന് ഭയങ്കര കാറ്റാണ് ഗൈസ്, അതുകൊണ്ട് പൂവിങ്ങനെ ഉതിർന്ന് വീഴുന്നുണ്ട്. ഈ ചെറി ബ്ലോസം എന്ന് പറയുന്ന സാധനം പൂത്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2-3 ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ബ്ലൂമിൽ നിൽക്കുക. അതിനിടയിൽ മഴയോ കാറ്റോ വന്നു കഴിഞ്ഞാൽ തീർന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ ഈ ആദ്യത്തെ 3-4 മരങ്ങളിലെല്ലാം ഓൾറെഡി വീഴുമെന്നാണ് തോന്നുന്നത്. അതിലൊന്നും അധികം വീട് കാണുന്നില്ല. പക്ഷെ അങ്ങോട്ടേക്ക് വലിയ വലിയ മരങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ 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 കമാ. ഇത് മേപ്പിളിൻ്റെ മരങ്ങളാണ്. ഈ കനേഡിയൻ നമ്മുടെ ഇവരുടെ ഈ ഫ്ലാഗിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ആ ലീഫ് മേപ്പിളിൻ്റെ അതൊക്കെ ആക്ച്വലി വിരിഞ്ഞുടങ്ങി. ഇപ്പൊ ഒന്നും കാണില്ല, ഈ ഉണക്കമരം പോലെയാകും. നിങ്ങൾ ഇമാജിൻ ചെയ്യൂ ആ ഇലകൾ അവിടെ പൂക്കളുണ്ട്, അതുണ്ട് ഇതൊക്കെ. സോ നമ്മളിപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു ഗൈസ്. ഫോട്ടോസ് ഒന്നും എടുത്തത് പ്രോപ്പറായിട്ടൊന്നും വന്നിട്ടില്ല. മുടിയൊക്കെ ഏതൊക്കെ 4 ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് ഫോട്ടോസൊക്കെ കിട്ടില്ല. എന്നാലും നമ്മൾ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് നിങ്ങൾ എല്ലാവരും അത് കാണണം, ലൈക്ക് ചെയ്യണം. ഞങ്ങള് പൂവിന്റെ കളർ മാറ്റി പർപ്പിളാക്കും. അതാണ് നമ്മളിപ്പോൾ നിന്ന് ഫോട്ടോ എടുത്ത സ്ഥലത്തൊന്നും ആൾക്കാർ കുറവാണ്. കാരണം അതിൽ കുറച്ച് പൂക്കൾ കുറവായതുകൊണ്ട് ഈ ഒരു മരം ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല ആർക്കും. ഞങ്ങൾ സ്ഥിരം ഇവിടെ ഇവിടെ തന്നെയായിരുന്നു. നമ്മളിത് വിട്ടുകൊടുക്കില്ല. ഇനിയിപ്പോൾ മരങ്ങളുള്ള ഒരു സ്ഥലമുണ്ട്, പക്ഷേ അവിടെ കുറച്ച് ആൾക്കാർ കൂടുതലാണ്. അവിടെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഫോട്ടോസ് ഒന്നും എടുക്കാൻ അടിപിടി കൊടുക്കാൻ വയ്യൊക്കെ. നമുക്ക് ചെറി ബ്ലോസത്തിന്റെ ഒരു ബദലൊക്കെ കിട്ടിയാണെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കാൻ പറ്റുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് പോവാം. പോയിട്ട് അവിടുത്തെ പൂക്കളുടെ ഗ്യാപ്പ് കിട്ടിയ അതെ, അവിടെ കുറച്ച് ഡെൻസിറ്റി കൂടുതലുള്ള കൊമ്പുകളാണ്. സോ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഓക്കെ കം ഓൺ. ഓക്കെ, കുറേ മരങ്ങളിൽ ആക്ച്വലി പൂക്കളൊക്കെ കൊഴിഞ്ഞു. ഇവിടെ എല്ലാവരും നടുവിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് രണ്ട് സൈഡിൽ നിന്ന് ഒരു പിങ്ക് കളർ വരുമ്പോഴേ കണ്ടോ, എല്ലാവരും ലൈൻ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു മരം, ഇത് മേപ്പിളാണ്. അത് ആവശ്യമില്ലാണ്ട് കൊണ്ടുപോയി നട്ടാൽ ഇവിടെ മേപ്പിള് കൊണ്ട് നെട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേസ്. സാരില്ല. ഇവിടെ കൊടുങ്കാറ്റിൽ ഒരു ഫോട്ടോഗ്രാഫർ പറന്നു പോയതായി അറിയിക്കുന്നു. പറഞ്ഞു അത്ര കാറ്റില് ഞാനൊന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സ്കേർട്ട് വിട്ട് വന്നിട്ടുണ്ട്, പാരഷൂട്ട്. കാറ്റ് ഞാൻ ബലൂണിട്ട് പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഈ ഫ്രെയിം നല്ലതായിരുന്നു. പക്ഷെ ആൾക്കാർ അത് നീ മാജിക് ഇറേസർ കൊണ്ട് ആൾക്കാരെ മാറ്റിയാൽ മതി. അതെ, ചെയ്യാൻ പറ്റുള്ളൂ. അതെ, രാഖി ക്യാമറ പിടിച്ച് നടക്കുന്നതുകൊണ്ട് രാഖിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നടക്കുന്നവരൊക്കെ രാഖിയോട് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. എന്തായാലും രാഖിയുടെ ക്യാമറ എടുത്തിട്ട് രാഖിയുടെ ഒരു ഫോട്ടോഗ്രാഫി മോഡലിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ കൊടുങ്കാറ്റാണ്. ഈ പൂക്കൾ മൊത്തം പറന്നു പോണ് ഗൈസ്. കണ്ടോ, മൊത്തം ഇവിടെ ഉള്ളത് ചെറി ബ്ലോസം മൊത്തം നിലത്താണ്, ഇന്ന് മരത്തിലല്ല. ഈ ആൾക്കാരൊക്കെ പൂക്കൾ പോയിട്ട് ഫോട്ടോ എടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സല്ലേ. അമ്മൂന് ഇപ്പൊ ആ റോട്ടിനെ നടുക്കിരുത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കേട്ടോ, പൂക്കള് പറക്കുന്നുണ്ടോ നീ? ആ അതാണ് ക്ലംസി ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ബാഗ് ക്യാമറ എടുക്കാൻ പറഞ്ഞിട്ട്, അല്ല ക്യാമറയുടെ ബാഗ് എടുക്കാൻ വേണ്ടിട്ട് അവളെ പോയി സാധനം എടുത്തിട്ട്
ആസ്വദിച്ച് നിക്ക്. Take 3. ആഹാ. സോ ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ചെറി ബ്ലോസം ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഇയറും കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പുതിയ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. എന്നാലും നമ്മളുടെ ലാസ്റ്റ് ഇയറിൽ ഞാൻ കാണിച്ചത് കുറച്ചും കൂടെ നല്ലോണം വിരിഞ്ഞിരിക്കുന്ന ചെറി ബ്ലോസംസ് ആയിരുന്നു. ഇതെന്തായിരുന്നു സാധനം? അത് ചെറി ബ്ലോസം അല്ല ഗൈസ്, ഇത് അത് ഹനുമാൻ ലങ്കയിലേക്ക്. ഇന്നലെ ഹനുമാൻ ജയന്തി ആയിരുന്നു, അപ്പൊ ഹനുമാന് വേണ്ടിട്ട് ഒരു ഡെഡിക്കേഷൻ. സോ ഗൈസ്, അപ്പോ ചെറി ബ്ലോസം ആക്ച്വലി ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ അത്ര ഫുൾ ഫ്ലഡ്ജിലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാല് ഇന്ന് ഒടുക്കത്തെ കാറ്റും അമ്മ ഇന്ന് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചാണ്. എന്തോ ഭാഗ്യം, ജിതിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അല്ല, രാഖി ഓൾമോസ്റ്റ് പറഞ്ഞതായിരുന്നു. സോ ഞാൻ വന്നു, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ നമ്മൾ ഏകദേശം സമയം നടന്ന് പണ്ടാരി തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, വി എൻജോയ്ഡ് ടു ദ മോസ്റ്റ് അല്ലേ? സോ നമ്മള് എന്തായാലും നെക്സ്റ്റ് ഇയറും നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെറി ബ്ലോസം കാണാൻ പോകണം. എനിക്ക് പക്ഷെ അമ്മൂന് ഇപ്രാവശ്യം നല്ല പ്രോപ്പറായിട്ട് ചെറി ബ്ലോസം കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് റോബർട്ട്സ് ലൈബ്രറി തന്നെ പോയത്. കാരണം ഹൈ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ലാസ്റ്റ് ഇയർ വീഡിയോ ചെയ്തത് ഹൈ പാർക്കിൽ വെച്ചിട്ടാണ്. ഹൈ പാർക്കിൽ ചെറി ബ്ലോസം വൈറ്റ് കളറാണ്, ഇവിടുത്തേത് പിങ്ക് കളർ ആയിരിക്കേണ്ടതാണ്. പക്ഷെ ഓൾറെഡി എല്ലാം കൊഴിഞ്ഞു. കാരണം ഭയങ്കര കാറ്റും, പിന്നെ ആക്ച്വലി ഇന്നലെ വരെ നല്ല സണ്ണി ആയിരുന്നു അല്ലേ? ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. നാളെ അതാണ് നമ്മൾ പോകുന്ന ദിവസം മാത്രം എന്താണെന്നറിയില്ല, ഇവിടത്തെ ദൈവത്തിന് നമ്മളോടൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പോ നമ്മളെന്തായാലും ചെറി ബ്ലോസം ഒക്കെ കണ്ടു, സന്തോഷമായി. എന്തായാലും പൂവ് കാണണമെന്ന് നമുക്ക് എല്ലാ വർഷവും നമ്മളുടെ ഇവിടുത്തെ ഒരു റിച്വൽ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ട്യൂലിപ്സ് ഗാർഡൻ, അതുപോലെ തന്നെ ലാവൻഡർ ഗാർഡൻ, അതുപോലെ തന്നെ അടുത്ത് വേറെ പോകുന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം കാണാൻ പോകുന്നിരിക്കുന്ന, അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് വെറുപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും തിരിച്ചു തരണം. അതുകൊണ്ട് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരെ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ, അതിനു മുന്നേ ഗൈസ്, എന്റെ മുടി എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഹെയർ സ്റ്റൈൽ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നില്ല, ഇങ്ങനത്തെ തന്നെ ആയിരുന്നു. ഓക്കെ, പക്ഷെ നീളം കൂടുതലായിരുന്നു. അതെ, അതാ കാറ്റത്ത് പോയതല്ല. അതാ ഇന്ന് മുതൽ എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് അമ്മു ജിതൻ. നിങ്ങൾക്ക് മുടി വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. പൈസ വളരെ തുച്ഛം, പക്ഷെ ഗുണം വൻ മെച്ചം. അപ്പൊ എല്ലാരും വീണ്ടും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. തിരിച്ചു വരുന്നതായിരിക്കും പുതിയ നല്ല വീഡിയോസ് ആയിട്ട്. ടിൽ ദെൻ ബൈ.